നമസ്കാരം. ഇന്ന് എനിക്കൊരു മടിയുള്ള ദിവസമാണ്, ഒരു താല്പര്യമില്ല ഒരു പണിയെടുക്കാൻ. അതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ല, 9 മണിയായി. ഒരു ഉള്ളി, ഒരു സവാള എടുത്തിട്ട് ഒരു ചെറിയ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. നല്ല പാകത്തിന് പഴുത്ത നേന്ത്രപ്പഴം. സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു, പഴം മുറിച്ച് വെച്ചു. ഒരു നാടൻ പാല് കാച്ചി പാടിയെല്ലാം മാറ്റിയ പാല്, മധുരം വേണ്ടുന്നവർക്ക് ചേർക്കാം. പിന്നെ ഷുഗറുള്ളവരാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പഴം ഇതിലും പഴുപ്പ് കുറഞ്ഞത് ഉപയോഗിക്കുക. തേങ്ങ ഇതെല്ലാം നന്നായിട്ട് ഉപയോഗിക്കാം, വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. പിന്നെ വിശപ്പ് മാറാൻ ഇത് മാത്രം പോരല്ലോ, ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന അവലുണ്ടല്ലോ, നല്ല നാടൻ മട്ട അവൽ, തവിടുള്ള. വീഡിയോയിൽ കാണുമ്പോൾ തവിട് കാണാതിട്ട് നല്ല തവിടുള്ള അവലാണ് കേട്ടോ. അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം വറക്കാണ്ട് ആണ് പൊടിക്കുന്നത്, വറുത്തിട്ടൊന്നുമില്ല. ഇത് വളരെ പ്രായമുള്ളവർക്കും നല്ലതാണ്. ഞാൻ അവൽ പൊടിച്ചെടുത്തു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. നിർബന്ധമില്ല, ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒന്ന് കറക്കിയെടുക്കാം. ഇങ്ങനെ ആയാലും മതി കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തവിടുള്ള അവൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. തവിടുള്ള അവലായാൽ പെട്ടെന്ന് നമുക്ക് ദഹിക്കില്ല. ഷുഗറുള്ളവർക്കെല്ലാം സാവധാനത്തിലല്ലേ ദഹിക്കണ്ടു. ഈ പൊടിച്ച അവലിലേക്ക് ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക, നെയ്യ് ചേർത്ത് കൊടുക്കുക, ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ അതൊന്നും ഇപ്പം ചേർക്കുന്നില്ല. ഉള്ളി ചേർത്തിട്ടൊന്ന് ചെറുതായിട്ട് തിരുമ്മാം. ഉള്ളിയെല്ലാം തിരുമ്മിയതിന് ശേഷം ഈ പഴം ചേർത്ത് കൊടുക്കുക. ഒന്നിൽ ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. എനിക്ക് പഞ്ചസാര ചേർത്താലാണ് ഇഷ്ടം. വെല്ലാണെങ്കിൽ കുട്ടികൾക്കെല്ലാം വളരെ നല്ലതാണ്. വെള്ളം ചേർത്തിട്ട് വെല്ലെല്ലാം ചേർത്ത് കൊടുക്കുക. ഒന്ന് ഞാൻ മധുരമില്ലാതെയും ഒന്ന് മധുരം ചേർത്തിട്ടും. പിന്നെ ചായ ഇന്ന് മധുരം ഇട്ടിട്ടില്ല. ഞാനൊരു മധുരം ഇട്ട് 10 ചായയെല്ലാം കുടിക്കലുണ്ട്. മോശമെന്ന് പറഞ്ഞാലും എനിക്ക് ചായ നിർബന്ധമാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.